അതെ, ഞായറാഴ്ചയാണ് പൊതുവെ ആലസ്യം ഉണ്ടാവും. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എല്ലാവർക്കും മടിയായിരിക്കും രാവിലെ. എന്നാലും കല്യാണമൊക്കെ ഉണ്ടാവും. കല്യാണത്തിനൊന്നും പോകാൻ മറക്കണ്ട ആരും. അത് ഓർമ്മിപ്പിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കപ്പോൾ വാർത്തയിലേക്ക് വരാം. നിർണായക KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗമാണല്ലോ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. നേരത്തെ ഒന്ന് തീരുമാനിച്ചു, നടന്നില്ല. നടക്കാത്തതിൽ ദീപാദാസ് മുൻഷിയുടെ അതിർത്തി, അങ്ങനെ പല പല കാര്യങ്ങൾ വന്നിരുന്നു. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് PV അൻവർ ഇൻ ഓർ ഔട്ട് എന്നുള്ളതല്ലേ? UDF പ്രവേശനം ചർച്ചയാവുകയല്ലേ? സുജയ പാർവതി, കഴിഞ്ഞ 12-നായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി നേരത്തെ നിശ്ചയിച്ചത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം. പ്രത്യേകിച്ച് പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒന്നും രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടായിരുന്നില്ല. ഈ രാഷ്ട്രീയകാര്യ സമിതി തന്നെ വിപുലീകരിച്ചതിന് ശേഷം ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യോഗം എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തണം, അതിനപ്പുറത്തേക്ക് പാർട്ടി പുനഃസംഘടന വേണം. പക്ഷെ അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് PV അൻവറിൻ്റെ UDF പ്രവേശനത്തിന് കോൺഗ്രസ് നേതൃത്വം പച്ചക്കൊടി കാണിക്കുമോ എന്നതാണ്. രാഷ്ട്രീയകാര്യ സമിതി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന യോഗവുമാണ്. ഇതിൽ PV അൻവർ എന്തുകൊണ്ട് UDFൽ അനിവാര്യമാണെന്ന കാര്യം പരിശോധിക്കും. പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി കഴിഞ്ഞു. PV അൻവറിൻ്റെ പിന്തുണ അനിവാര്യമാണെന്ന് ഭൂരിഭാഗം നേതാക്കളും അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ UDF പ്രവേശനം സുഗമമാവാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യം ഇന്ന് വിശദമായി ചർച്ച ചെയ്യും. അതിന് പുറമെ KPCC പുനഃസംഘടന കുറേ ദിവസമായി അത് ഹൈക്കമാൻഡ് ലക്ഷ്യമിട്ട് പലതരത്തിൽ സമവായ ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ലക്ഷ്യം കണ്ടിട്ടില്ല. പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള ആശയവിനിമയമാണ് നടന്നത്. ഇനി അങ്ങോട്ട് അടുത്ത ഘട്ടത്തിൽ നേതാക്കളുമായുള്ള ആശയവിനിമയത്തിനുള്ള തയ്യാറെടുപ്പാണ്. ദീപാദാസ് മുൻഷി ഇന്നലെ തന്നെ എത്തി. ACC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്നലെ തന്നെ കേരളത്തിലെത്തി. ഈ നേതാക്കളൊക്കെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ വിശദമായ ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ പുനഃസംഘടന എങ്ങനെയായിരിക്കും നടപ്പാക്കുക, അതിൽ തലമാറുമോ എന്ന ചോദ്യം പ്രധാനമായും നിൽക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു മാറ്റം, അത് ഏത് രീതിയിൽ കൊണ്ടുവരാനായിരിക്കും ആലോചിക്കുന്നത്? KC-യുമായൊക്കെ സംസാരിച്ചില്ലേ ഋഷി? സുജയ, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് കോൺഗ്രസ് ഒരു അടിമുടി പുനഃസംഘടന എന്ന ലക്ഷ്യമായിരുന്നു. പക്ഷേ അതിന് പല കാരണങ്ങൾ തടസ്സമായി. K.സുധാകരനെ മാറ്റുന്നതിനോട് വലിയ വിഭാഗം നേതാക്കൾ പരസ്യമായി തന്നെ വിയോജിപ്പ് ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചു. അത് ഹൈക്കമാൻഡിന് വെല്ലുവിളിയായി. ഇനി K.സുധാകരനെ മാറ്റുന്നെങ്കിൽ അന്ന് KPCC അധ്യക്ഷനെയും ഒപ്പം പ്രതിപക്ഷ നേതാവിനെയും ഒരുമിച്ചാണ് നിശ്ചയിച്ചത്. അതുകൊണ്ട് രണ്ടുപേരെയും മാറ്റണമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചവരുണ്ട്. അങ്ങനെ പലതരത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നതോടെ തൽക്കാലത്തെങ്കിലും അങ്ങനെ ഒരു മാറ്റത്തെക്കുറിച്ചുള്ള ആലോചന ഹൈക്കമാൻഡ് ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും ഹൈക്കമാൻഡ് അടിമുടി പുനഃസംഘടന എന്ന ഒരു പദ്ധതി മുന്നിൽ വെച്ചാണ് ഇന്ന് നേതാക്കളുമായി ആശയവിനിമയം നടത്തുക. ഇന്ന് രാവിലെ തന്നെ ദീപാദാസ് മുൻഷി പ്രധാനപ്പെട്ട നേതാക്കളുമായി ഈ പുനഃസംഘടന സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നുണ്ട്. നാളെയും ദീപാദാസ് മുൻഷി സംസ്ഥാനത്ത് തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ നേതാക്കളുമായി ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം സ്വരൂപിക്കും. എന്നിട്ടാണ് ഒരു തീരുമാനം നേതൃത്വം പ്രഖ്യാപിക്കുക. ഒരുപക്ഷേ അടിമുടി പുനഃസംഘടനയിലേക്ക് പോകും. ഈ കാര്യത്തിൽ നേതാക്കളുടെ അഭിപ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകും. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് ശേഷം പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നതിൽ നേതാക്കളുടെ അഭിപ്രായം ഹൈക്കമാൻഡ് പ്രതിനിധികൾ തേടിയിരുന്നു. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം പ്രതിപക്ഷ നേതാവായി VD സതീശനെ നിശ്ചയിച്ചത്. സമാനമായ ഒരു സാഹചര്യം വരുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ K.സുധാകരനെ പിന്തുണയ്ക്കുന്നവർ എങ്ങനെ പ്രതികരിക്കും എന്നതും ഏറ്റവും പ്രധാന ഘടകമാണ്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ശക്തമായ നേതൃത്വം അനിവാര്യമാണെന്ന അഭിപ്രായം തീർച്ചയായും. അപ്പോൾ ഈ കാര്യങ്ങളിലെ ചർച്ചകൾ അതെങ്ങനെയാണ്? നിർണായകമായ രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് ചേരാൻ പോകുന്നത്. റോഷിപാൽ, അപ്പോൾ നേതാക്കളുമായുള്ള റോഷിപാലിന്റെ ഒരു സംഭാഷണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ചയാണ്. അപ്പോൾ ഈ യോഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാമല്ലോ അല്ലേ ഋഷി? പതിവ് പോലെ സുജയ, പതിവ് പോലെ തന്നെ നേതാക്കളുമായി സ്വകാര്യ സംഭാഷണം നടത്തുന്നുണ്ട്. പല വിവരങ്ങളും അവർ കൈമാറുന്നുണ്ട്. എല്ലാവരും ഒന്ന് സാധാരണ ഈ KPCC യോഗങ്ങൾ, രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ എന്തൊക്കെ പറയണമെന്ന് ഓരോ വിഭാഗങ്ങളും മുൻകൂട്ടി ഒരു പദ്ധതി തയ്യാറാക്കും. അവിടെ എതിർവിഭാഗം എന്ത് പറയും, അപ്പോൾ മറുപടി എന്താണ്, അതിനെങ്ങനെ പ്രതിരോധിക്കണം, അങ്ങനെയുള്ള കൂടിയാലോചനകൾ ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകളുടെ വിവാഹ സൽക്കാര ചടങ്ങുണ്ടായിരുന്നു. അത് പഴയ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാധ്യക്ഷനായ മണക്കാട് സുരേഷ്. ആ വിവാഹ ചടങ്ങിലെ ഏറ്റവും പ്രധാന ചർച്ച ഇന്നത്തെ
രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നതൊക്കെയുള്ള രഹസ്യ സംഭാഷണങ്ങളാണ്. കാരണം എല്ലാ നേതാക്കളും അവരുടെ റോഷി ഈ രഹസ്യ കല്യാണ സംഭാഷണങ്ങളൊക്കെ ചടങ്ങിൽ അറിയുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ അപ്പോൾ അങ്ങനെ അവര് അതിങ്ങനെ രാവിലെ തുടരുകയാണ്. ഇരുന്ന് ഇത് ഇന്ന് കാണുന്നുണ്ട്. റോഷി രഹസ്യ സംഭാഷണങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്നുള്ളത് അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് അതൊന്ന് മാറ്റി പിടിക്കാം. എല്ലാവരും പറയും കോൺഗ്രസിനകത്ത് ചില ആളുകൾ വാർത്തകൾ ചോർത്തി തരുന്നു, പഴയ ബന്ധങ്ങളൊക്കെ വെച്ച് വാർത്തകൾ ചോർത്തിയെടുക്കാണ് റോഷി പലിച്ചിക്കാറെന്നൊക്കെ ആക്ഷേപങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമല്ലേ. നമുക്കപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിയിലെ ചർച്ചകൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അതെല്ലാം അറിയാൻ പ്രേക്ഷകർ സ്റ്റേ ട്യൂൺഡ്. എല്ലാ കാര്യങ്ങളും റോഷിപാൽ ഇതിനൊക്കെ തന്നെ കുറേയൊക്കെ ചോർത്തി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഘട്ടം ഘട്ടമായി റോഷിപാൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഗംഭീരമാകട്ടെ റോഷിപാൽ. തീർച്ചയായും സുജയ.